അനങ്ങുന്നില്ല, കവിളനങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അനങ്ങുന്നുണ്ട്. പുതുമയുള്ള കഥയൊന്നുമില്ല പടത്തിൽ. ഒരു എന്താ പറയുക, നമ്മളെ ഭ്രമരം കണ്ടില്ലേ, അതുപോലെ തന്നെ എല്ലാ പടങ്ങളും കൂടെ എല്ലാം കൂടി തട്ടിക്കൂട്ടേണ്ട ഒരു പടമല്ലേ, ആ ലെവലിലാണ് പടമുള്ളത്. എല്ലാം തട്ടിക്കൂട്ടി ഒരു പടം എടുത്തു. തരുൺ മൂർത്തിക്ക് ഒരു സംവിധാനം ഒരു ഇതുമില്ല, വളരെ മോശം സംവിധാനമാണ്. കൊള്ളില്ല, ഡയറക്ഷൻ കൊള്ളില്ല. പടം ഞാൻ കണ്ടവർക്കറിയാം. ഭ്രമരം എങ്ങനെ അതുപോലെ തന്നെ ഉണ്ട് പടം. എല്ലാം തട്ടിക്കൂട്ട് പടമാണ്. ഒരു കഥയിലൊരു പ്രത്യേക ഒരു പുതുമയുമില്ല, ആവർത്തന കഥ. എല്ലാം കൊണ്ടും ഒരു ആവറേജ് മൂവി അത്ര പറയാനുള്ളൂ. സൂപ്പർ പടം, നല്ല മൂവിയാണ്. സ്റ്റോറി നല്ല ഫാമിലി മൂവിയാണ്, ഫാമിലി ഡ്രാമയാണ്. മോഹൻലാലിൻ്റെ എല്ലാ എന്താ പറയുക എക്സ്പ്രഷൻസും ഒപ്പിയെടുത്തിട്ടുണ്ട്. അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അനങ്ങുന്നുണ്ട് ഭംഗിയായിട്ട്. അനങ്ങുന്നില്ല, കവിളനങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അനങ്ങുന്നുണ്ട്. അല്ല, മോഹൻലാലിനെ അതെ അതെ, ഇത്ര നാളും നല്ലൊരു മൂവി കിട്ടാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. നമ്മൾ പല ദിവസമായിട്ട് കാത്തിരിക്കുന്നത് ഇറങ്ങാനായിട്ട്. പ്രകാശ് വർമ്മ പുതിയൊരു വില്ലൻ വരുന്നുണ്ടല്ലോ. ആയിരിക്കണം, നല്ലൊരാളെ കിട്ടാണ്ടായിരിക്കും, നല്ല ഡയറക്ടറെ കിട്ടാണ്ടായിരിക്കാം. നല്ലൊരു ഡയറക്ടർ വന്നിട്ടുണ്ട്. വളരെ നല്ല മൂവിയായിരുന്നു. എനിക്കിത് സിറ്റുവേഷൻ കാരണം ഒരു പ്രോബ്ലത്തിൽ അടിപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു സ്റ്റോറിയാണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. കിരീടം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. കിരീടമാണല്ലോ അങ്ങനെ വന്നിട്ടുള്ളൊരു മൂവി, അതൊരു മൂവിയാണ്. ശരിക്കും ഗംഭീരം, പറയാൻ വാക്കുകളില്ല. അമേസിംഗ് ആണ്. ബോക്സ് ഓഫീസ് ഇട്ടോളം ഉറപ്പാണ്. ഇല്ല, സൂപ്പറായിരുന്നു. ലാലേട്ടൻ്റെ എല്ലാമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം, ഫാമിലിക്ക് ഫുള്ള് ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്ക് കാണാൻ മേലാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. മീൻസ് അത് നിങ്ങൾ പോയി കാണും. പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, 15 ചേപ്പല്ലേ. വളരെ എല്ലാവർക്കും കാണാൻ പറ്റും. ലാലേട്ടൻ അടിപൊളി, അടിപൊളി അടിപൊളി അടിപൊളി, എല്ലാം അടിപൊളി, സൂപ്പർ അടിപൊളി സിനിമ. അടിപൊളി സിനിമയാണ്. തിരിച്ചു വരാൻ അടിപൊളി തുടരും മൂവി. കിടിലം പടം. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ നമ്മളോട് പറഞ്ഞത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കിടിലം സിനിമയാണ്. ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക് മുകളിൽ നിൽക്കുന്ന അടിപൊളി പടം. നല്ല ഡയറക്ഷൻ, അതുപോലെ തന്നെ ഓരോ ഷോട്ടുകളും BGM ഒക്കെ അടിപൊളി. ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു കുടുംബ ചലച്ചിത്രമായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചു വന്നത്. പക്ഷേ അതിൻ്റെ മുകളിലാണ് ഇത്. സാധാരണക്കാരിടയിൽ ഉദ്യോഗസ്ഥ ലോബി അടിച്ചേൽപ്പിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ് ഇത്. സാധാരണക്കാർക്ക് കാണണം, കണ്ടിരിക്കണം. അടിപൊളി പടം, ഒരു രക്ഷയില്ല, കിടു.